ആസ്പിറൻസ് എല്ലാവർക്കും ടാലൻറ്റ് ഓൺലൈൻ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോജി. ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 10 CBSE ഫിസിക്സ് ക്ലാസ്സാണ്. അപ്പോൾ നമുക്കറിയാം CBSEയുടെ സിലബസിലെ ഫിസിക്സ് പാർട്ട് തുടങ്ങുന്നത് ചാപ്റ്റർ 10-ലാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ 10 ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ CBSEയുടെ ഫിസിക്സിലൊരു ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. CBSEയുടെ ഫൈനൽ എക്സാമിനേഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് ലൈറ്റുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകൾ, അല്ലെങ്കിൽ ഒപ്റ്റിക്സിൻ്റെ ബ്രാഞ്ചിൽ നിന്ന്. അപ്പോൾ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻസ് ഒക്കെ ഒന്നുമില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഈ ചാപ്റ്റർ ഉദ്ദേശിക്കുന്ന പോലെ ലൈറ്റ് നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കും, 8th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ലൈറ്റിൻ്റെ കുറച്ച് ഈ ചാപ്റ്ററിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത് ഈ ലൈറ്റിൻ്റെ കുറച്ച് ഫിനോമിനാസ്, റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, അതുപോലെ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, പിന്നെ നമ്മുടെ സ്പെറിക്കൽ മിറേഴ്സിലുള്ള കുറച്ച് ഫിനോമിനാസ്, ഇതിൻ്റെ എല്ലാം ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ചുറ്റും ഒരുപാട് വസ്തുക്കളുണ്ട്, നമ്മൾ അവയെല്ലാം കാണുന്നുണ്ട്. പക്ഷേ നമ്മളൊരു ഡാർക്ക് റൂമിലാണെന്ന് ഇമാജിൻ ചെയ്യുക. ഡാർക്ക് റൂമിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുമോ? ഇല്ല, നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് നമ്മളവിടെ ലൈറ്റ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയത്തെല്ലാം നമുക്ക് ആ ഒബ്ജക്റ്റുകളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അതായത് വിത്ത് ദ പ്രസൻസ് ഓഫ് ലൈറ്റ്, ആ ലൈറ്റിൻ്റെ പ്രസൻസ് ഉള്ളപ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റുകളെ കാണാൻ പറ്റൂ. ദാറ്റ് മീൻസ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുക എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൽ ലൈറ്റ് തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോഴാണ് ആ ഒബ്ജക്റ്റുകളെ എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ഇവിടെ നമുക്ക് നേരെ അത് നമ്മൾ എന്താണ് ലൈറ്റിന് ബേസിക് ആയിട്ട് മനസ്സിലാക്കി കാണും. നമ്മൾ ഇനി നേരെ പോകുന്നത് എന്താണ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. എന്താണ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് 2 റൂൾസ് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെ, നമുക്ക് അതൊന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ പറഞ്ഞു വന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിനെ പറ്റിയാണ്. അപ്പോൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 7th സ്റ്റാൻഡേർഡ് CBSE നമ്മൾ പഠിച്ച കാര്യമാണ്. റിഫ്ലക്ഷൻ നമുക്കറിയാം, ഒരു വളരെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ലൈറ്റ് ഒന്ന് ഫാൾ ചെയ്യുകയാണെങ്കിൽ അത് ആ ലൈറ്റ് അവിടെ തട്ടി റിഫ്ലക്ഷന് വിധേയമാവും. അപ്പോൾ എന്താ എന്ന റിഫ്ലക്ഷൻ നോക്കിയാൽ, റിഫ്ലക്ഷൻ ഈസ് എ ഫിനോമിന ഓഫ് ബൗൺസിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ എ ബീം ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ എ സർഫസ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷനാണ്, ഒന്ന് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഡെഫിനിഷനാണ്. റിഫ്ലക്ഷൻ ഈസ് എ ഫിനോമിന ഓഫ് ബൗൺസിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ ദ ബീം ഓഫ് ലൈറ്റ് ഫാൾസ് ഓൺ എ സർഫസ്. ഫാൾസ് ഓൺ എ സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതിൽ ആധികാരികത ഉണ്ടാവും. നമുക്കൊന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. Reflection is a phenomena of bouncing back of light when the light falling on a surface. അപ്പോൾ നമ്മൾ എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കാം. നമുക്ക് ഇത്രയേ ഉള്ളൂ. ഒരു പ്ലെയിൻ മിററിലൂടെ ഇരിക്കണം കൺസിഡർ ചെയ്യുക. ഒരു പ്ലെയിൻ മിറർ, ഈ പ്ലെയിൻ മിററിലേക്ക് ഒരു ലൈറ്റ് റേ വന്ന് ഫോൾ ചെയ്യുന്നു. ഒരു സ്മൂത്ത് സർഫസ് ആണല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? സ്വാഭാവികമായും ഇവിടുന്ന് ലൈറ്റ് തട്ടി തിരിച്ചു പോകും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. അതാണ് നമ്മൾ പഠിച്ചത്. റിഫ്ലക്ഷൻ ഈസ് എ ഫിനോമിന ഓഫ് ബൗൺസിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ ദ ബീം ഓഫ് ലൈറ്റ് ഫോൾസ് ഓൺ എ സർഫസ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി പഠിക്കാൻ പറ്റും. റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് റേ, ഒരു ലൈറ്റ് ബീം ഒരു സ്മൂത്ത് സർഫസിൽ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിററിൽ വന്ന് ഫോളോ ചെയ്യുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഇൻസിഡന്റ് റേ എന്നാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ 7th സ്റ്റാൻഡേർഡിലൊക്കെ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. നമ്മളൊന്നുകൂടി ഓർമ്മിച്ചിരിക്കാം. ഇത് ഇൻസിഡന്റ് റേ എന്ന് പറയും. ഇവിടെ തട്ടി തിരിച്ചു പോകുന്നതിന് നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. ഈ നടക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ ഈസ് എ ഫിനോമിന ഓഫ് ബൗൺസിംഗ് ബാക്ക് ഓഫ് ലൈറ്റ് വെൻ ദ ലൈറ്റ് ഫോൾസ് ഓൺ എ സർഫസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായും നോക്കുന്നത് റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ലോസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 2 നിയമങ്ങളാണ് റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്കുള്ളത്. ഒന്നാമതെന്ന് പറയുന്നത് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇൻസിഡന്റ് ആംഗിളും ഈസ് ഈക്വൽ ടു റിഫ്ലക്റ്റഡ് ആംഗിൾ. ആംഗിൾ I ഈസ് ഈക്വൽ ടു ആംഗിൾ R എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അത് ഡീറ്റെയിൽ ചെയ്യാം. രണ്ടാമത് നമ്മൾ പഠിക്കുന്ന റൂൾ എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേ, ദ നോർമൽ, അതുപോലെ റിഫ്ലക്റ്റഡ് റേ ആർ ഇൻ ദ സെയിം പ്ലെയിൻ. ഈ 3 കാര്യവും ഒരേ പ്ലെയിനിലാണെന്ന് പറയുന്നതാണ് രണ്ടാമത്തെ നിയമം. നമുക്ക് നോക്കാം. നമ്മുടെ ഒരു പ്ലെയിൻ മിറർ ആണെങ്കിൽ ഇത് ഇൻസിഡന്റ് റേ ആണ്, ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്. ഈ ഇൻസിഡന്റ് പോയിന്റിൽ വരയ്ക്കുന്ന ഇമാജിനറി പെർപെൻഡിക്കുലർ ലൈനിനെ വിളിക്കുന്ന പേരാണ്. ഈ ഇൻസിഡന്റ് പോയിന്റിൽ വരയ്ക്കുന്ന ഇമാജിനറി പെർപെൻഡിക്കുലർ ലൈനിനെ വിളിക്കുന്ന പേരാണ് നോർമൽ.
ഈ നോർമലും ഇൻസിഡന്റ് റേയുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ ഐ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ദ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഈസ് കാൾഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതിന് നമ്മൾ ആർ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസിഡന്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും ഈക്വൽ ആണ് എന്ന് പറയുന്നതാണ് റിഫ്ലക്ഷനെ ബന്ധപ്പെട്ട ഫസ്റ്റ് ലോ. The angle of incidence is equal to angle of reflection. The angle of incidence is equal to angle of reflection എന്ന് പറയുന്ന angle I is equal to angle R എന്ന് പറയുന്നതാണ് ഫസ്റ്റ് റൂൾ. അത് ഓർമ്മിച്ചിരിക്കുക. ഫസ്റ്റ് ലോ ഒന്ന് ഓർമ്മിച്ചിരിക്കുക. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. ദ ഇൻസിഡന്റ് റേയും ഈ ഇരിക്കുന്ന നോർമലും ഈ ഇരിക്കുന്ന റിഫ്ലക്റ്റഡ് റേയും ഒരേ പ്ലെയിനിലായിരിക്കണം. നമ്മളെ കോർഡിനേറ്റ് പ്ലെയിൻ അറിയാം. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരേ പ്ലെയിൻ XY പ്ലെയിൻ ആണെങ്കിൽ XYയിലായിരിക്കണം. അങ്ങനെയുള്ള പ്ലെയിനിൽ നമുക്ക് ഏതിലാണോ വരുന്നത് ആ പ്ലെയിനിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ അത് വളരെ ക്ലിയർ ആണ്. അപ്പോൾ രണ്ട് ലോ നമുക്ക് പറയാനുള്ളത്. ഒന്നാമത് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ഇൻസിഡന്റ് റേ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ആർ ഇൻ ദ സെയിം പ്ലെയിൻ. ഇങ്ങനെയുള്ള രണ്ട് നിയമങ്ങളാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യങ്ങൾ. ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അതാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ ലൈറ്റ് ബൗൺസ് ബാക്ക് ടു ദാറ്റ് സെയിം മീഡിയം എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട രണ്ട് നിയമങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിൽ ആംഗിൾ ഐ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ദെൻ സെക്കൻഡ് പഠിച്ചത് എന്താണ്? ഇൻസിഡന്റ് റേ അതുപോലെ നോർമൽ ആൻഡ് റിഫ്ലക്റ്റഡ് റേ ഓൾ ആർ ഇൻ ദ സെയിം പ്ലെയിൻ. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ആ റിഫ്ലക്ഷൻ പെർഫെക്റ്റ് ആയി മാറുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കുക. ഇത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്ലെയിൻ മിറർ, ഒരു പ്ലെയിൻ മിററിന്റെ ഒരു ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് എന്നത് നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഇൻസിഡന്റ് റേ ആണ്, ഇത് ഇൻസിഡന്റ് പോയിന്റ് ആണ്. ഇൻസിഡന്റ് പോയിന്റിൽ വരയ്ക്കുന്ന ഇമാജിനറി പെർപെൻഡിക്കുലർ ലൈൻ വിളിക്കുന്ന പേര് നോർമൽ ആണ്. അത് കഴിഞ്ഞ് റിഫ്ലക്റ്റഡ് റേ ആണ്. അപ്പോൾ ഈ ഇൻസിഡന്റ് റേയും നോർമൽ നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇൻസിഡന്റ് ആംഗിൾ. അത് കഴിഞ്ഞ് നോർമലും റിഫ്ലക്റ്റഡ് റേയുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് ആംഗിൾ. ഇവ രണ്ടും നമ്മൾ ഈക്വൽ ആണെന്ന് പറയുന്നത് ഒന്നാമത്തെ നിയമം. രണ്ടാമത് പറയുന്നത് ഇൻസിഡന്റ് റേയും നോർമലും റിഫ്ലക്റ്റഡ് റേയും എങ്ങനെയായിരിക്കണം? ഓർ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. നമുക്കിനി അടുത്തതിന്റെ ഡീറ്റെയിൽ സെക്ഷനിലേക്ക് പോകും. നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് പ്ലെയിൻ മിററിലെ റിഫ്ലക്ഷന്റെ കേസാണ്. ആ പ്ലെയിൻ മിററിലുള്ള ഇമേജ് എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് എപ്പോഴും വെർച്വൽ ഇമേജ് ആണ് നമുക്ക് പ്ലെയിൻ മിററിൽ കിട്ടാറുള്ളത്. അതുപോലെ ഇമേജിന്റെ സൈസ് നമ്മുടെ ഒബ്ജക്റ്റിന്റെ സെയിം സൈസിലുള്ള ഇമേജ് ആയിരിക്കും നമ്മൾ കിട്ടുന്നത്. അത് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. പ്ലെയിൻ മിററിൽ എങ്ങനെയാണ് ഇമേജ് ഫോർമേഷൻ നടക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ, അതായത് നമ്മൾ 10th സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പെറിക്കൽ മിറേഴ്സിനെ പറ്റിയാണ്. ഇതിനെ പറ്റിയാണ് സ്പെറിക്കൽ മിറേഴ്സിനെ പറ്റി. നമുക്ക് എന്താണ് സ്പെറിക്കൽ മിറേഴ്സ് എന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ അതിന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങൾ ഇതുവരെ കാണുന്ന സാധനമൊന്നുമല്ല. നിങ്ങൾ കാണുന്ന സാധനമാണ് ഒരു സ്പൂണാണ്. അപ്പോൾ ഈ സ്പൂൺ എന്തുകൊണ്ട് നോക്കിയാൽ ഇതൊരു സ്പെറിക്കൽ മിററിന് സമാനമാണെന്ന് ഞാൻ പറയും. കാരണം ഇതിൻ്റെ ഒരു ഭാഗം എന്താണ്, ഈ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കർവ്ഡ് സ്പേസ് ആണ്. തിരിച്ചു വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇത് കർവ്ഡ് ഇൻവേർഡും ഇത് കർവ്ഡ് ഔട്ട്വേർഡുമാണ്. ആ രീതിക്കാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കർവ്ഡ് കർവ്ഡ് ഔട്ട്വേർഡും ഇത് കർവ്ഡ് ഇൻവേർഡുമായിട്ടിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ രണ്ടെണ്ണത്തിൽ നമ്മുടെ ഈ മുഖം നോക്കുമ്പോൾ നിങ്ങൾ വീട്ടിലൊരു സ്പൂൺ ഉണ്ടെങ്കിൽ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സ്പൂൺ എടുക്കുക. ഇത് നിങ്ങൾ സ്പൂൺ എടുത്തിട്ട് നിങ്ങൾ നോക്കുക. ഈ സ്പൂൺ എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തിരിച്ചു നോക്കിയാലും കാണാൻ പറ്റും. നല്ല സ്പൂൺ എടുത്താലേ കാണാൻ പറ്റും. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ദെൻ നിങ്ങൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. അപ്പോൾ നിങ്ങൾ എന്നിട്ട് ഒപ്പം നോർമലായിട്ടുള്ള നമ്മുടെ മുഖം നോക്കുന്ന മിറർ എടുക്കുക. അതാണ് പ്ലെയിൻ മിറർ എന്ന് പറയുന്ന സാധനം. ആ പ്ലെയിൻ മിറർ എടുത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫേസ് കാണുന്ന അതേ ഒരു ക്ലാരിറ്റിയോടോ അല്ലെങ്കിൽ അതേപോലെയാണോ നമുക്ക് ഇതിനകത്ത്, ക്ലാരിറ്റി അല്ല അതേ ഷേപ്പിലാണോ ഇതിൽ കാണുന്നത് നോക്കുക. വ്യത്യസ്തമായിരിക്കും. കാരണം ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് പ്ലെയിൻ മിററുമായിട്ട് ബന്ധമല്ല. അതൊരു പ്ലെയിൻ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് അതിനെ പ്ലെയിൻ മിറർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരു കർവ്ഡ് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ് കർവ്ഡ് ഷേപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെയാണ് നമുക്ക് പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട മിറേഴ്സ് ഉണ്ട്. അത് ഒന്ന് കോൺകേവ് മിററും മറ്റൊന്ന് കോൺവെക്സ് മിററുമാണ്. അപ്പോൾ അത് ഇതുമായി സമാനമാണ്. നമുക്ക് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഏത് ഭാഗമാണ് കോൺകേവ് എന്നും ഏത് ഭാഗമാണ് കോൺവെക്സിന് സമാനമായി ഇരിക്കുന്നതെന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പെറിക്കൽ മിറേഴ്സിനെ പറ്റിയാണ്. സ്പെറിക്കൽ മിറേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരു സ്പിയറിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതൊരു നമ്മുടെ ഈ സ്പൂൺ പോലെ
ഈ ഒരു സ്പൂൺ പോലെ ഇത്രയും ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് എങ്കിലും ഇതൊരു സ്പിയറിന്റെ ഭാഗമാണ്. തിരിച്ചു വെക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പിയറിന്റെ ഭാഗമാണ്. അത്തരത്തില് ഈ ഒരു സ്പിയറിന്റെ ഭാഗമായിട്ട് റിഫ്ലക്റ്റിംഗ് സർഫസ് വരുന്നവയാണ് നമ്മൾ പൊതുവെ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്പെറിക്കൽ മിറേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊരു സ്പിയറിന്റെ ഭാഗമാണ്. ഓക്കെ, ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സ്പിയർ ആയിട്ട് മാറും. അത് അത്തരത്തിലുള്ള മിറേഴ്സിനെ വിളിക്കും. അപ്പോൾ അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് കർവ്ഡ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവയെ നമ്മൾ പ്രധാനമായും വിളിക്കുന്ന പേരാണ് സ്പെറിക്കൽ മിറേഴ്സ്. ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക, സ്പെറിക്കൽ മിറേഴ്സ് ആർ ദോസ് സബ്സ്റ്റൻസ് വിച്ച് ആർ ദ പാർട്ട് ഓഫ് എ സ്പിയർ എന്ന് നമ്മൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ദെൻ നമ്മൾ അത് സ്റ്റേറ്റ്മെന്റ് വൈസ് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നേരെ അടുത്തതിലേക്ക് പോകാം. ഇവിടെ പ്രധാനപ്പെട്ട 2 തരം സ്പെറിക്കൽ മിറേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ വർഷം 10ാം ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ബോർഡ് എക്സാമിന് വരുന്നൊരു മേഖലയാണ് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത്. സ്പെറിക്കൽ മിറേഴ്സിനകത്തുള്ള കോൺകേവ് കോൺവെക്സ് മിററുകൾ. കോൺകേവ് കോൺവെക്സ് മിററുകൾ നമുക്ക് നോക്കാം. ആദ്യം കോൺകേവ് മിററിലേക്ക് വരാം. കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയോ, ഈ ഒരു ഭാഗമാണ് ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഈ ബാക്കിലുള്ള ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രതിപതന തലം അല്ലെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ല എന്നുള്ളതാണ് മീനിങ്. ബേസിക്കലി നമ്മൾ ഈ അത് പഠിച്ചു തുടങ്ങുമ്പോഴേ സ്റ്റുഡൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇത് കൃത്യമായി ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് വളരെ കൊച്ചുകുട്ടികൾക്ക് പറയുന്നത് പോലെ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷെയ്ഡിംഗ് പോർഷൻ ഇല്ലാത്ത ഭാഗം, ഷെയ്ഡിംഗ് പോർഷന്റെ ഓപ്പോസിറ്റ് ഭാഗമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പോൾ ഈ കോൺകേവ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇവിടെ ഇങ്ങനെയാണ്. അതുപോലെ ഇതിന്റെ ഇവിടെ ഒരു കോൺവെക്സ് മിററാണ് കൊടുത്തിട്ടുള്ളത്. കോൺവെക്സ് മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് ഇവിടെ എന്റെ ഷെയ്ഡിംഗ് പോർഷനാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ എന്താണ് കോൺകേവ് മിറർ എന്നും എന്താണ് കോൺവെക്സ് മിറർ എന്ന് നോക്കാം. നമ്മുടെ ഈ സ്പൂണുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ സ്പൂൺ ഇങ്ങനെ പിടിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു ഭാഗം, അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗം, ഈ കർവ്ഡ് ഇൻവേർഡ് ആയിട്ടിരിക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺകേവ് സമാനമായി വരുന്നത്. തിരിച്ചു വെച്ച് നോക്കുമ്പോൾ അതായത് കർവ്ഡ് ഔട്ട്വേർഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കോൺവെക്സ് എന്ന് പറയുന്നത്. 2 മിററുകൾ. ഇത് മിററുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ഈ വർഷം ഈ ചാപ്റ്ററിന്റെ അവസാനം തന്നെ ലെൻസുകളെ പറ്റിയും കൂടി പഠിക്കാനുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായി നിങ്ങൾ ഈ കോൺകേവ് മിററും കോൺവെക്സ് മിററും പഠിച്ചു വെച്ചിരിക്കുക. കോൺവെക്സ് ലെൻസിനെയും കോൺകേവ് ലെൻസിനെയും പറ്റി പഠിക്കാനുള്ളതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മനസ്സിലാക്കി വെക്കാം കോൺകേവ് മിറർ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. കർവ്ഡ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ കോൺകേവ്, കർവ്ഡ് ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ കോൺവെക്സ്. ഈ ഒരു കാര്യം അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ആ വേർഡ് മീനിങ് എന്ന് മനസ്സിലാക്കണം. റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ്, ദാറ്റ് മീൻസ് ഇസ് എ ടൈപ്പ്, ഇറ്റ്സ് എ കോൺകേവ് ടൈപ്പ് മിറർ. അതൊരു കോൺകേവ് ടൈപ്പ് മിററാണ് നമ്മൾ അതിന് മനസ്സിലാക്കണം. എന്താണ് നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ്. നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ്, റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ് എന്നാണ് പറയുന്നതെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കണം, അത് കോൺവെക്സ് മിറർ ആണ്. നമുക്ക് നോക്കാം, ഇതല്ലേ നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് കർവ് ചെയ്ത് ഇതുമാതിരി ഇങ്ങനെ പുറത്തേക്ക് കർവ് ചെയ്തിരിക്കുകയല്ലേ, പുറത്തേക്ക് തള്ളിയിരിക്കുകയല്ലേ. അപ്പൊ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഔട്ട്വേർഡ് എന്ന് വെച്ചാൽ പുറത്തേക്ക് തള്ളിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്നത് കോൺവെക്സ് മിററും. കർവ്ഡ് ഇൻവേർഡ് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്ന റിഫ്ലക്റ്റിംഗ് പ്രതിപതനം, അടുത്ത് പറഞ്ഞ പ്രതിപതന തലം അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ കോൺകേവ് മിറർ എന്നും പുറത്തേക്ക് തള്ളിയിരിക്കുന്നത് കോൺവെക്സ് മിറർ എന്നും പറയും. അതൊന്നും ഓർമ്മിച്ചിരിക്കുക, നമ്മൾ ആ വേർഡ് പഠിച്ച് മനസ്സിലാക്കിയിരിക്കുക. കർവ്ഡ് ഇൻവേർഡ് എന്ന് പറയുന്നത് കോൺകേവും കർവ്ഡ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത് കോൺവെക്സും. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു വെക്കണം, ഓർമ്മിച്ച് വെക്കണം. എന്നാൽ നമുക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് സമയം ഞാൻ എടുക്കുകയാണ്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഈ നമ്മുടെ സ്പെറിക്കൽ മിററുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ഫാക്ട്സ്, കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായി വരുന്നത് ഇതിന്റെ എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ എന്നാണ്. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോൺകേവ് മിറർ ആയാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്പെറിക്കൽ മിറർ എന്ന് പറയുമ്പോൾ ഇതൊരു സ്പിയറിന്റെ ഭാഗമാണ്. ഇതുപോലൊരു സ്പിയറിന്റെ ഭാഗമാണ്. ഈ സ്പെറിക്കൽ മിറർ ഏത് സ്പിയറിന്റെ ഭാഗമാണോ ആ സ്പിയറിന്റെ സെന്ററിനെ വിളിക്കുന്ന പേരാണ്, ഇതുപോലെ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ? ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ സി. നമ്മൾ സി എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഇവിടെ നോക്കുക, നമ്മുടെ കോൺവെക്സിൽ വരയ്ക്കാം. കോൺവെക്സിൽ വരയ്ക്കുമ്പോഴും ഇങ്ങനെ നമുക്ക് അത് സ്പിയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന് സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമ്മൾ ഓർമ്മിച്ച് വെക്കുക. അതായത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ്, സ്പെറിക്കൽ മിററുമായി ബന്ധപ്പെട്ട നമ്മൾ ഒരു പോയിന്റ് പരിചയപ്പെട്ടു, എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ എന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് പോൾ എന്നുള്ളതാണ്. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഇതിന്റെ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റ്. അപ്പോൾ ഇത്രയുമുള്ള റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റ് ഏകദേശം എവിടെയായിട്ട് വരും?
ഇവിടുന്നും ഉള്ളതിന്റെ കൃത്യമായ നടുക്കുള്ള റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോൾ. ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ പി. പി എന്ന് പറയുന്ന അക്ഷരം ഉപയോഗിച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇവിടെയും നമുക്ക് നോക്കാം, ഇതിന്റെയും മിഡിലായിട്ടുള്ള ഭാഗം, അതാണ് പോൾ എന്ന് വിളിക്കുന്നത്. ഒന്ന് ഓർമ്മിച്ച് വെക്കാം. സംശയമുണ്ടോ? അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മിച്ച് ക്ലിയർ ആക്കി വെച്ചിരിക്കണം. ഒന്നാമത് പറഞ്ഞത് എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ എന്നുള്ളതാണ്. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് വെച്ചാൽ നമ്മൾ സ്പെറിക്കൽ മിററുകൾ ഏത് സ്പിയറിന്റെ ഭാഗമായിരുന്നു ആ സ്പിയറിന്റെ സെന്റർ പോയിന്റ് വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. അത് നമ്മൾ ഒരിക്കലും നമ്മുടെ മിററിലല്ല കിട്ടുന്നത്. മിററിന് പുറത്തോ മിററിന് ഫ്രണ്ടിലോ അല്ലെങ്കിൽ മിററിന് പുറകിലോ ഒക്കെ നോക്കാം. കോൺകേവില് മിററിന് ഫ്രണ്ടിൽ വന്നു, കോൺവെക്സിൽ മിററിന്റെ ബിഹൈൻഡ് പുറകിലേക്ക് പോയി. ആ ഒരു കാര്യം കൂടി നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കുക. സെന്റർ ഓഫ് കർവേച്ചർ ഇവിടെ മുന്നിലും അവിടെ കോൺകേവിൽ മുന്നിലും കോൺവെക്സിൽ അതിന് പുറകിലുമാണ് വന്നത്. അത് നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്നുള്ളതാണ്. ആ സ്പിയറിന്റെ റേഡിയസ് എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു മാറ്റി വെച്ചു. ഒന്ന്, എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ, ആ സ്പെറിക്കൽ മിറർ ഏത് സ്പിയറിന്റെ ഭാഗമായിരുന്നു ആ സ്പിയറിന്റെ ആ സെന്ററിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ സി. ദെൻ നമ്മൾ പഠിച്ചു ആ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റ്, ആ സ്പെറിക്കൽ മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ പി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത പോൾ എന്ന് മാർക്ക് ചെയ്തു. ഇനി ആ സ്പെറിക്കൽ മിററിന്റെ റേഡിയസിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ നമ്മൾ ആർ എന്ന് മാർക്ക് ചെയ്യുന്നു. എന്തെന്ന് മാർക്ക് ചെയ്യുന്നതാ? നമ്മൾ ആർ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അതൊന്ന് ഓർമ്മിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ പ്രധാനമായി ഈ സ്പെറിക്കൽ മിററുമായിട്ട് ബന്ധപ്പെട്ട് 3 പോയിന്റുകൾ പഠിച്ചു. സെന്റർ ഓഫ് കർവേച്ചർ എന്താണെന്ന് പഠിച്ചു, അതുപോലെ റേഡിയസ് ഓഫ് കർവേച്ചർ പഠിച്ചു, അതേപോലെ പോൾ എന്താണെന്ന് പഠിച്ചു. ഈ 3 കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മിച്ചിരിക്കണം. ഒരു കാര്യം കൂടി പറയുമ്പോൾ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ കംപ്ലീറ്റ് ആവും. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയും അതുപോലെ പോളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു സ്ട്രെയിൻ ലൈൻ ഉണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്? ഓർമ്മിച്ച് നോക്കുക. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടിയും പോളിൽ കൂടിയും കടന്നു പോകുന്ന ഇമാജിനറി ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്താണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കി എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രിൻസിപ്പൽ ആക്സിസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. കാരണം ഒരു പ്രിൻസിപ്പൽ ആക്സിസ് നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി പറയുന്നത് മാത്രം. പ്രധാനമായും എൻ്റെ സ്പെറിക്കൽ മിററുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 കാര്യങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ പ്രിൻസിപ്പൽ ആക്സിസ് ഉൾപ്പെടെ 4 പരിചയപ്പെട്ടു. ഒന്ന് സെന്റർ ഓഫ് കർവേച്ചർ, 2 റേഡിയസ് ഓഫ് കർവേച്ചർ, പോൾ, അങ്ങനെ 3 കാര്യം. പിന്നെ പ്രിൻസിപ്പൽ ആക്സിസ് എന്നുള്ള 4ാമത്തെ കാര്യം. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചത്. ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത സെക്ഷൻ പഠിച്ചു പോകാൻ പറ്റൂ. നമ്മൾ പരിചയപ്പെട്ടത് 2 ടൈപ്പ് മിററാണ്, കോൺകേവും കോൺവെക്സ് മിററും. കർവ്ഡ് ഇൻവേർഡ് ആണെങ്കിൽ കോൺകേവും, കർവ്ഡ് ഔട്ട്വേർഡ് ആണ്. റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ കാര്യമാണ് പറയുന്നത്. കർവ്ഡ് ഇൻവേർഡ് ആണെങ്കിൽ കോൺകേവ് മിററും, കർവ്ഡ് ഔട്ട്വേർഡ് ആണെങ്കിൽ കോൺവെക്സ് മിററുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ എന്ന് ചോദിച്ചാൽ ആ സ്പെറിക്കൽ മിറർ ഏത് സ്പിയറിന്റെ ഭാഗമാണോ ആ സ്പിയറിന്റെ സെന്റർ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഇനി ആ സ്പിയറിന്റെ റേഡിയസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി ഇത് 2 ഈ പറഞ്ഞ സെന്റർ ഓഫ് കർവേച്ചർ ഒരിക്കലും നമ്മുടെ മിററിലല്ല ഉണ്ടാവുക, മിററിന് പുറത്തായിരിക്കും. അല്ലെങ്കിൽ ഒന്നുകിൽ മിററിന്റെ കോൺകേവിലാണെങ്കിൽ മിററിന് മുന്നിലും, കോൺവെക്സ് ആണെങ്കിൽ മിററിന് പുറകിലും ആയിരിക്കും വരിക. ഇനി ഈ നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോൾ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ പോളിനെയും സെന്റർ ഓഫ് കർവേച്ചറിനെയും കണക്ട് ചെയ്യുന്ന ഇമാജിനറി ലൈനിനെ വിളിക്കുന്ന പേരാണ് പറയൂ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ സ്പെറിക്കൽ മിറേഴ്സുമായി ബന്ധപ്പെട്ട് കോൺകേവ് മിററിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം, ഇവിടെ ഇതൊരു കോൺകേവ് മിററാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നമ്മുടെ ഈ റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റ് പോൾ എന്നാണ് നമ്മൾ പറയുന്നത്. പി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഏത് ഒരു സ്പിയറിന്റെ ഭാഗമായിരുന്നു ആ സ്പിയറിന്റെ സെന്റർ പോയിന്റ് സി, സെന്റർ ഓഫ് കർവേച്ചർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സി കാണാമല്ലോ. അതുപോലെ പി നമുക്ക് കാണാം. ഈ എം എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കോൺകേവ് ആയിട്ടുള്ള നമ്മുടെ മിറർ, സ്പെറിക്കൽ മിറർ. ഈ പറയുന്ന ഈ സി പി പോലെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിൽ വളരെ അകലെയായിട്ട് അറ്റ് ഇൻഫിനിറ്റിയിൽ നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. അറ്റ് ഇൻഫിനിറ്റിയിൽ നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഫിനിറ്റിയിൽ ലൈറ്റ് റേസ് എപ്പോഴും മിററിലേക്ക് പാരലായിട്ടാണ് വരിക. അങ്ങനെ മിററിന് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നു. ആദ്യത്തെ ലൈറ്റ് റേ ഇങ്ങനെ വന്നു, ഇവിടെ വന്നു, നമ്മുടെ മിററിൽ തട്ടി റിഫ്ലക്ഷന് വിധേയമായി ലൈറ്റ് ഇങ്ങനെ കടന്നിങ്ങനെ പോയി. ദെൻ സെക്കൻഡ് ലൈറ്റ് റേ വന്നു, ലൈറ്റ് റേ വന്നു, തട്ടി റിഫ്ലക്ഷന് വിധേയമായി ഇങ്ങനെ കടന്നുപോയി. അതുപോലെ ഈ താഴ്ഭാഗത്തുള്ള ലൈറ്റ് റേസ് വരുന്നു, തട്ടുന്നു, ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നു.
അപ്പോൾ ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ആക്ടിവിറ്റി ക്ലാസ്സിൽ നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഈ സെന്റർ ഓഫ് കർവേച്ചറിന്റെ ഒരു പോളിന്റെയും ഒരു മിഡിലായിട്ട് ഒരു കോമൺ പോയിന്റിലേക്ക് ലൈറ്റ് ഇങ്ങനെ കൂടി ചേരുന്നുണ്ട്, കൺവേർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ആ ഒരു കോമൺ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മുടെ ഈ കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഫോക്കസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ആ കാര്യം നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ കോൺകേവ് മിററിന്റെ ഫോക്കസിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺകേവ് മിറർ എടുത്തു, കോൺകേവ് മിററിൽ ഇൻഫിനിറ്റിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. നമ്മളത് ലാബിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ലാബിൽ പുറത്തുള്ള ഏതെങ്കിലും ഒരു മരത്തിന്റെ ചില്ലയോ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ വളരെ ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ പരിഗണിക്കുക. ആ ഇൻഫിനിറ്റി എന്നുള്ള ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു വരുന്നു. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു വരികയും നമ്മുടെ സ്പെറിക്കൽ മിററിൽ എന്ത് ചെയ്യുകയും ചെയ്യും, തട്ടി റിഫ്ലക്ഷന് വിധേയമാവുകയും ചെയ്യും. നമ്മൾ റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, റിഫ്ലക്ഷന് വിധേയമാവുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് നോർമലൊക്കെ വരച്ച് എക്സ്പ്ലനേഷൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഞാൻ അതിനൊരു കോംപ്ലിക്കേഷൻ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിൽ ഇങ്ങോട്ട് വരച്ച് നമുക്ക് നോർമലായിട്ട് ഫീൽ ചെയ്യും. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടാവും, ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻസ് ഉണ്ടാവും. ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ എന്ന ക്രമത്തിൽ തന്നെയായിരിക്കും തട്ടി തിരിച്ചു വരിക. ഇത് നമ്മൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കോമൺ പോയിന്റിലായിരിക്കും മീറ്റ് ചെയ്യുക. ഈ ലൈറ്റ് റേയും ഈ ലൈറ്റ് റേയും ഈ ലൈറ്റ് റേയും എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റിലായിരിക്കും. ആ കോമൺ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി ഇവിടെ നമ്മളിപ്പോൾ കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ടത് എന്താണ് ഫോക്കൽ ലെങ്ത്. The distance between pole and focus is called focal length. The distance between pole and focus is called focal length. അത് പഠിച്ചു വെച്ചിരിക്കുക. ഈ ഫോക്കൽ ലെങ്ത് is denoted by small letter f. ഈ ഫോക്കൽ ലെങ്ത് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ f എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സെന്റർ ഓഫ് കർവേച്ചറിന്റെയും പോളിന്റെയും കൃത്യം മിഡിലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്, ഇതിന് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ R ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ R is equal to 2f എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇത് മുതലുള്ള ഇപ്പം ഇത് ഈ R എന്ന് പറയുന്ന ഇത് മുതൽ ഇതുവരെ 10 സെന്റിമീറ്റർ ആണെന്ന് ഇരിക്കട്ടെ. ഇത് മുതൽ ഇതുവരെ ഒരു 10 സെന്റിമീറ്റർ ആണ് ദൂരം. C മുതൽ P വരെ ഇരിക്കട്ടെ, 10 സെന്റിമീറ്റർ ആണ് C മുതൽ P വരെ എങ്കിൽ കൃത്യം 5 സെന്റിമീറ്റർ അകലെയായിരിക്കും നമ്മൾ എന്തുണ്ടാവുക, ഈ ഫോക്കസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5, അങ്ങനെ 2 F ചേരുമ്പോഴാണ് R ഉണ്ടാവുക, റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം. നമ്മളൊന്ന് ഓർമ്മിച്ചിരിക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത് കോൺകേവിന്റെ പ്രിൻസിപ്പൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സ്പെറിക്കൽ മിറേഴ്സിൽ കോൺകേവിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺവെക്സിനെ പറ്റിയാണ്. നമുക്കറിയാം കർവ്ഡ് ഇൻവേർഡ് ആണെങ്കിൽ അത് കോൺകേവ് ആണ്, കർവ്ഡ് ഔട്ട്വേർഡ് ആണെങ്കിൽ അത് കോൺവെക്സ് ആണെന്ന് പറയാം. അപ്പോൾ ഈ നമ്മുടെ ഈ ബോർഡിലുള്ള ചിത്രം എന്ന് പറയുന്നത് ഫിഗർ എന്ന് പറയുന്നത് എന്താണ്, കോൺകേവിൻ്റെതാണല്ല കോൺവെക്സിൻ്റെതാണ്. അപ്പോൾ ഈ കോൺവെക്സിൽ നമുക്കറിയാം റിഫ്ലക്റ്റിംഗ് സർഫസിന്റെ മിഡ് പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതുപോലെ ഇത് ഏത് സ്പിയറിന്റെ ഭാഗമായിരുന്നു, ആ സ്പിയറിന്റെ സെൻട്രൽ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ അതുപോലെ ഈ എന്താണ് പോളിൽ കൂടെയും സെന്റർ ഓഫ് കർവേച്ചറിലും കൂടി കടന്നു പോകുന്ന ഇമാജിനറി സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇതെല്ലാം നമ്മുടെ ഡയഗ്രാംസിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് M എന്നത് നമ്മൾ പേരിട്ടിരിക്കുന്ന ഒരു കോൺവെക്സ് മിററാണ്. ആ കോൺവെക്സ് മിററിൽ നിന്നും ഇൻഫിനിറ്റിയിൽ അതിന്റെ ഡിസ്റ്റൻസ് അതുമായി കൺസിഡർ ചെയ്യുമ്പോൾ വളരെ അകലത്തിൽ ഒരു ഇൻഫിനിറ്റി ഡിസ്റ്റൻസിലാണ് നമ്മളൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റ് AB എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കറിയാനുള്ളത് പോലെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് ഇൻഫിനിറ്റി എന്ന ലൈറ്റ് റേസ് എപ്പോഴും വരിക എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ലൈറ്റ് റേസ് വരയ്ക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്ന് ഇവിടെ വരുന്നു, നമ്മുടെ മിററിൽ തട്ടുന്നു. ആഫ്റ്റർ ദ റിഫ്ലക്ഷൻ ലൈറ്റ് റേസ് ഇവിടെ ഇങ്ങോട്ട് കടന്നു, ഈ വരുന്ന ലൈറ്റ് റേ ഇങ്ങനെ വന്ന് ഇവിടെ തട്ടി ഇങ്ങോട്ട് കടന്നു പോകുന്നു. ദെൻ രണ്ടാമത് ലൈറ്റ് റേ എടുക്കുന്നു, ആ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്നു, ഇവിടെ വന്ന് തട്ടുന്നു, നമ്മൾ എന്നിട്ട് റിഫ്ലക്ഷൻ സെഷൻ ഇതുവഴി ഇങ്ങനെ കടന്നു പോകുന്നു. അടുത്ത് മറ്റൊരു ലൈറ്റ് റേ പരിഗണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ വന്ന് പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നു, നമ്മുടെ കോൺവെക്സ് മിററിൽ തട്ടി റിഫ്ലക്ഷന് വിധേയമായി ഇങ്ങനെ കടന്നു പോകുന്നു. അപ്പോൾ ഈ ലൈറ്റ് റേസ് എല്ലാം ഒരു കോമൺ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നു. ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിന്റെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അകന്ന് ഇങ്ങനെ പോകുന്നത് പോലെയും ഇങ്ങനെ പോകുന്നത് പോലെയും ഇങ്ങനെ പോകുന്നത് പോലെയും ഒരു കോമൺ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു.
അപ്പോൾ അതാണ് ഇത് നമ്മൾ ഇമാജിനറി ആയിട്ട് ഈ പ്രിൻസിപ്പൽ ആക്ഷൻ ഈ ഒരു പോയിന്റ് നമ്മൾ കോമൺ പോയിന്റ് അകന്നു പോകുന്നു തോന്നുന്നു. അതാണ് കോൺവെക്സ് ലെൻസിന്റെ എന്തെന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്കറിയാം കോൺകേവിൽ സെന്റർ ഓഫ് കർവേച്ചർ ലെൻസിന് നമ്മുടെ മിററിന് മുന്നിലായിരുന്നു. ഇവിടെയാണെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ മിററിന് പുറകിലാണ്. അതുപോലെ കോൺകേവിൽ നമ്മൾ എന്തായിരുന്നു ഫോക്കസ് പ്രിൻസിപ്പൽ ആക്ഷന് മുന്നിലായിരുന്നു, നമ്മുടെ മിററിന് മുന്നിലായിരുന്നു. ഇവിടെ മിററിന് പുറകിലാണ് ഫോക്കസ് വരുന്നത്. അതുപോലെ തന്നെ ഇമാജിനറി ഫോക്കസ് ആണ് കോൺവെക്സിൻ്റെത്. അപ്പോൾ നമ്മളതൊന്ന് ഓർമ്മിച്ച് വെച്ച് പഠിക്കുക. രണ്ട് കാര്യം നമ്മളുടെ വ്യത്യാസവും മനസ്സിലാക്കി പഠിക്കുക. നമ്മളൊന്ന് പ്രധാനമായും ഡിസ്കസ് ചെയ്തത് എന്താണ് റിഫ്ലക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സ്പെറിക്കൽ മിറേഴ്സ് എന്നുള്ളതാണ്. സ്പെറിക്കൽ മിറേഴ്സിനകത്ത് കോൺവെക്സും കോൺകേവുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാവ് എ നൈസ് ഡേ.